നന്ദിയൊക്കെ വറ്റിപ്പോയ നമ്മളോട് ഗുരു പറയാണ്, അങ്ങനെ വറ്റിപ്പോകരുത് കേട്ടോ, നന്ദി വേണം. കാരണം എന്താണ്, എല്ലാറ്റിനോടും നന്ദി വേണം. അതാണ് ഗുരുദേവ ദർശനങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ ഈ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ചൊക്കെ ഗുരു പറയുന്നത്, നമ്മൾ വെറുതെ ഇങ്ങനെ ആയതല്ല, ഞാൻ വെറുതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയതല്ല, ഞാൻ ഇങ്ങനെ ആകാൻ പരുവപ്പെടുത്തിയെടുത്ത കുറേ വ്യക്തിത്വങ്ങളുണ്ട്, പൂർവികരുണ്ട്, പിതൃക്കളുണ്ട്, ദേവനുണ്ട്, ഗുരുവുണ്ട്, എല്ലാവരും ഉണ്ട്, അതിലെല്ലാതും ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ ഇത് എൻ്റെ കഴിവാണ്, ഞാൻ നേടിയതെല്ലാമെന്ന്? അല്ല. നമ്മളെ വളർത്താൻ ഈ പ്രകൃതി ആകവേ തന്നെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ നിൽക്കാനെങ്കിലും കഴിയുന്നത്, ഇങ്ങനെയെങ്കിലും 2 വാക്കുകളെങ്കിലും പറയാൻ കഴിയുന്നത്. അവിടെയൊക്കെയാണ് ഗുരുവിൻ്റെ കാരുണ്യത്തെ, ഗുരുവിൻ്റെ മഹിതസ്പർശത്തെ നമ്മൾ അറിയേണ്ടുന്നത്. നമുക്കും കഴിയും, നമുക്കും ഒരുപാട് കാര്യങ്ങൾ ഗുരുവിൻ്റെ പ്രചരണ വേദിയിലേക്ക് നമ്മൾ ഈ ഒരു വൈകിയ വേളയിലാണെങ്കിലും ഗുരുവിനെ അറിയുവാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഈ അറിഞ്ഞ അറിവ് കൊണ്ട് സ്വന്തം ജീവിതത്തെ ധന്യമാക്കി, വേറൊരുവൻ്റെ ജീവിതത്തെ ധന്യമാക്കി, ആകവേ ജീവിതത്തെ ഭാസുരമാക്കാൻ കഴിയുന്ന ഒരു ഗുരുധർമ്മ പ്രചാരകരായിട്ട് നമുക്ക് മാറാൻ കഴിയും. അതിന് അത്യന്താപേക്ഷിതമാണ് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ, ഇത്തരത്തിലുള്ള വേദികൾ. ഒന്നുമില്ലെങ്കിൽ ഒരു കുളത്തിലെ തവള ഒരു കടലിലേക്ക് എടുത്തു ചാടുന്ന പ്രതിഭാസമാണിത്. എൻ്റെ വീട് എൻ്റെ കാര്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു കിണറ്റിലെ തവളയെപ്പോലെ അല്ല നമ്മൾ ആകേണ്ടത്. പകരം ഗുരുവിൻ്റെ വചനങ്ങൾ കേൾക്കാൻ ആ കുളത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരണം. എപ്പോഴാണോ നമ്മുടെ കിണറ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നത്, അപ്പോഴാണ് കടലെന്ന് പറയുന്ന വലിയ ജലാശയത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്നും നമ്മൾ എന്ത് ചെയ്യും, എന്നും നമ്മൾ കിണറ്റിലെ തവളയായിട്ടിരിക്കും. ഈ കഥ പറയുന്നത് വിവേകാനന്ദ സ്വാമികളാണ്. ഈ പൊട്ടക്കിണറ്റിലെ തവളയുടെ കഥ പറയുന്നത്. പൊട്ടക്കിണറ്റിലെ തവള അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സുഖം! പൊട്ടക്കിണറ്റിലാണെങ്കിൽ വേറെ ആരുമില്ല, നമ്മളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, നമ്മളെ ഭരിക്കാൻ ആരുമില്ല, നമ്മളെ അനുസരിപ്പിക്കാൻ ആരുമില്ല. കിണറ്റിലൊരു തവളയുണ്ടായിരുന്നു അത്രേ. അപ്പോൾ ആ തവള വിചാരിച്ചത് ഇത് മാത്രമാണ് ജലാശയം, ഞാൻ മാത്രമാണ് രാജാവ് എന്നാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ ഒരു ദിവസം വേറൊരു തവള, കടലിൽ നിന്നൊരു തവള ഈ കുളത്തിലേക്ക് വരികയാണ്. വളരെ ധാർഷ്ട്യത്തോടെ, വളരെ അഹങ്കാരത്തോടു കൂടി കടലിൽ നിന്ന് വന്ന തവളയോട് പൊട്ടക്കിണറ്റിലെ തവള ചോദിച്ചു, നീ എവിടെന്നാ? അപ്പോൾ കടലിൽ നിന്ന് വന്ന തവളയാണ്, നല്ല വിനയമുണ്ട്, വിനയത്തോട് പറഞ്ഞു, ഞാൻ കടലിൽ നിന്നാ സുഹൃത്തെ പറഞ്ഞു. അപ്പോൾ പൊട്ടക്കിണറ്റിലെ തവള ചോദിച്ചു, കടലോ? അതെന്തോന്ന് സാധനം എന്ന് ചോദിച്ചിട്ട് ഈ പൊട്ടക്കിണറ്റിലെ തവള ഒറ്റ ചാട്ടം ചാടും. എന്നിട്ട് ചോദിക്കും, ഇത്രയുണ്ടോ നീ പറയണ കടൽ എന്ന് ചോദിക്കും. അപ്പോൾ കടലിലെ തവളയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം കടൽ കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു, അല്ല സുഹൃത്തെ, കടലെന്ന് പറയണത് വളരെ വലിയൊരു ജലാശയമാണ്. അപ്പോൾ ഈ പൊട്ടക്കിണറ്റിലെ തവള ഒരു ചാട്ടം കൂടി ചാടിയിട്ട് ചോദിക്കും, നീ പറയണ കേട്ടാ തോന്നുന്നു ഇത്രയുണ്ട് കടൽ എന്ന് പറയും. അപ്പോൾ പറയും, അല്ല സുഹൃത്തെ, കടലെന്ന് പറയണത് വലിയൊരു ജലാശയമാണ്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ ഇത്ര പോരുമോ അങ്ങനെയാണെങ്കിൽ എന്ന് ചോദിച്ചു. ഈ കുളത്തോളം പോരുമോ നീ പറയണ കടൽ ചോദിച്ചു. അപ്പോൾ തവള പറഞ്ഞു, ചങ്ങാതി നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ കടൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ പൊട്ടക്കിണറ്റിലെ തവള മനസ്സോട് കൂടിയിട്ട് കടലിലെ തവളയുടെ കൂടെ പോയി കടൽ കാണാൻ. കടൽ തീരത്ത് എത്തിയിട്ട് കടലിലെ തവള പറഞ്ഞു, ഇവിടെയാ ഞാൻ താമസിക്കണത് പറഞ്ഞു. ഈ പൊട്ടക്കിണറ്റിലെ തവളയുടെ കണ്ണ് ഒന്നുകൂടി മിഴിഞ്ഞുപോയി. ഒമ്പോ, എന്തൊരു വലിയ ജലാശയം! ഇവിടെയാണോ നീ ഇത്രയും നാൾ താമസിച്ചത്? അവിടെയായിരുന്നോ ഞാൻ ഇത്രയും നാൾ താമസിച്ചത്? ഈ അന്തരമാണ് മഹത് വചനങ്ങളെ, മഹത് വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മളെ ഒരു കുഞ്ഞു വൃത്തത്തിൽ നിന്ന് വലിയൊരു വൃത്തത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന ഒരു സൂര്യനാണ്, ഒരു ആത്മസൂര്യനാണ് ഗുരുദേവൻ എന്ന് പറയുന്ന പ്രതിഭാസം. ഗുരുവിനെ അറിയുക, ഗുരുവിനെ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാടൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പക്ഷെ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുരുവിൻ്റെ ഗാഥയുമായി ഒരുപക്ഷെ പോകാത്ത സ്ഥലങ്ങളില്ല. ഒരുപാട് ഇടങ്ങളിൽ ഓരോ ദിവസവും ഓരോ ആഴ്ചകളിലും പല ഇടങ്ങളിൽ പോകുമ്പോൾ എന്താണ് അവിടേക്ക് പോകാനുള്ള കാര്യം, അതിൻ്റെ സംഗതി എന്ന് ചോദിച്ചാൽ ഗുരു എന്ന ഒറ്റ പ്രതിഭാസമാണ്.
ഗുരുവിനെ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ വിളിക്കുന്നതും ഗുരുവിൻ്റെ അനുയായികളാണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അവിടെ പോകാനായിട്ട് സാധിക്കുന്നതും. അങ്ങനെ നിരവധിയായിരിക്കുന്ന ആളുകൾ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഗുരു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇപ്പോൾ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് അവർ പറയാറുണ്ട്. എത്രയെത്രയോ ആളുകളുടെ ജീവിതത്തെ ഗുരു ഓരോ തീർത്ഥം കണക്കെ തെളിച്ച്, പുണ്യാഹം തെളിച്ച് ശുദ്ധമാക്കി എന്നറിയാമോ? അതൊക്കെ ഗുരുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചവർക്കുള്ള ഗുരു കൊടുത്ത വരദാനമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ, അത്തരത്തിലുള്ള ഒരു ഭക്തി ആണ് നമുക്കും ആവശ്യമായിട്ടുള്ളത്. ആ ഭക്തിയും ശ്രദ്ധയും ഇനിയുമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആവോളം വന്ന് ആസ്വദിക്കുക. നിങ്ങളൊരു തേനീച്ചയായിരിക്കുക, വെറുതെ ഒരു ഈച്ചയായിരിക്കരുത്. വെറുതെ ഒരു ഈച്ച എല്ലായിടത്തും പോയിരിക്കും, മലത്തിലും പോയിരിക്കും, മാലിന്യ വസ്തുക്കളിലും പോയിരിക്കും. പക്ഷെ തേനീച്ച എല്ലായിടത്തും പോവില്ല, പൂവിൽ മാത്രമേ പോവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് നല്ലത് കേൾക്കുന്നിടത്ത്, നല്ലത് പറയുന്നിടത്ത് പോവുക. നിങ്ങളൊരു തേനീച്ചയായിരിക്കട്ടെ. ഈച്ചയിൽ നിന്ന് തേനീച്ചയിലേക്കുള്ള ഈ ഒരു മാറ്റമെങ്കിലും ഈ ഗുരുജ്ഞാന സരണി നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പറയാനാണ് ഈ ഒരു അവസരം വിനിയോഗിക്കുന്നത്.